മൂഢാത്മാവായ താൻ മഹിമാവാർന്ന ഭഗവാനെ സംബന്ധിക്കുന്ന സത്യം എങ്ങനെ അറിയും? വീണ്ടും വീണ്ടും ശ്രീരാമദേവനെ നമസ്കരിക്കുന്നു. എവിടെയായിരുന്നാലും തൻ്റെ ദേവഭക്തിക്ക് ഇളക്കം തട്ടാതിരിക്കണമെന്നും അഹല്യാദേവി പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ സമസ്താപരാധങ്ങളും പൊറുക്കണമെന്ന അർത്ഥനയോടുകൂടി സമസ്ത കർമ്മങ്ങളും ഭഗവത് പാദങ്ങളിൽ അർപ്പിക്കുന്നു. ആ അർപ്പണത്തിൽ കളങ്കം കലരുക സാധ്യമല്ലല്ലോ. സംസാര ദുഃഖം ഇല്ലാതാക്കുന്നവനും ബ്രഹ്മാവിനാൽ പോലും നമിക്കപ്പെടുന്നവനുമായ ശ്രീരാമദേവനെ താൻ വന്ദിക്കുന്നു. അഹല്യാദേവിയുടെ സ്തുതി ഇവിടെ അവസാനിക്കുന്നു. ഈ സ്തുതി ഭക്തിയോടെ ജപിക്കുന്നവർക്കു സൗഭാഗ്യം സിദ്ധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായണ്ടയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു? നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. യത്ര കുത്രാപി വസിച്ചിടിലും എല്ലാ നാളും പൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാകണം എന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തം അപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസായുഗ സുധൃത ശരചാപം കരുണാകരം കാള ജലദ വാസം രാമം. കനക രുചിര ദിവ്യാംബരം രമാവരം കനകോജ്ജലരത്ന കുണ്ടലാഞ്ജിത ഗണ്ഡം. കമലദളലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാ രമാമിഡേ.